ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഊണിനൊപ്പവും സദ്യക്കൊപ്പവും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ കിച്ചടി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. തൈരും വെള്ളരിയും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. കിച്ചടി സാധാരണ വേവിച്ചും വേവിക്കാതെയും ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് വേവിച്ചാണ് ചെയ്യുന്നത്. വെള്ളരിയുടെ തൊലിയും കുരുവും കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. 2 കപ്പ് കട്ട് ചെയ്ത വെള്ളരിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. വെള്ളരി വേവുന്ന സമയം കൊണ്ട് മറ്റു ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1/2 കപ്പ് തൈര്, 3 പച്ചമുളക് കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. വെള്ളരി വേവിക്കാൻ വെച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ തുറന്ന് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. ആദ്യം തേങ്ങയും തൈരും ചേർത്ത് അരപ്പ് ചേർക്കാം. ഇനി നന്നായി ബീറ്റ് ചെയ്ത് 1/2 കപ്പ് തൈരും ചേർക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/4 ടീസ്പൂൺ കടുകെടുത്ത് അത് നന്നായി പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പച്ചടിയിൽ കടുക് ക്രഷ് ചെയ്യാതെയും കിച്ചടിയിൽ ക്രഷ് ചെയ്തുമാണ് ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പിൽ വ്യത്യാസമുണ്ടാവും. അധികം പുളിയില്ലാത്ത തൈരാണ് കിച്ചടിയിൽ നല്ലത്. ഇനി ഇത് ആവി വരുന്നത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കാം. തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. തിളക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആവി വരും. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തിളച്ച് പോകും. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 3 വറ്റൽമുളക് ചേർക്കാം. അല്പം കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. തീ ഓഫാക്കി 1 മിനിറ്റ് ചൂടാറിയതിന് ശേഷം കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ച ഉടൻ തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.